ഇനഫ് ഈസ് ഇനഫ്. ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു വാചകമാണിത്. പറഞ്ഞത് കേന്ദ്ര സർക്കാരിനോടാണ്. മോദിയോടും കൂട്ടരോടുമാണ് ഗതികെട്ടുകൊണ്ട് സുപ്രീം കോടതിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. രാജ്യത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ ആരാധനാലയങ്ങളിൽ കടന്നുകൂടുകയും ഹൈന്ദവ ക്ഷേത്രമായിരുന്നുവെന്ന അവകാശവാദം ഉന്നയിച്ച് സംഘർഷം ഉണ്ടാക്കുകയും പിന്നീട് കേസുമായി കോടതിയിലേക്ക് പോവുകയും ചെയ്യുന്ന പതിവ് കലാപരിപാടി കണ്ട് മനം മടുത്താണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ പാലായിൽ പള്ളിപ്പറമ്പിൽ കപ്പ കൃഷിക്ക് തടമെടുക്കുമ്പോൾ കണ്ട കല്ല് ശിവലിംഗമാണെന്ന് പറഞ്ഞ് ആരാധന തുടങ്ങിയ സമയത്താണ് അങ്ങ് ഡൽഹിയിൽ ആരാധനാലയങ്ങളുടെ അവകാശ തർക്കവുമായി മോദി ഭരണകാലത്ത് കുത്തിയൊഴുകുന്ന പരാതികൾ കണ്ട് മതി, നിർത്തിക്കോ എന്ന് സഹികെട്ട് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത്. ഇതിനൊരു അവസാനം വേണമെന്ന് രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറയുമ്പോൾ അത് കൊള്ളുന്നത് കേന്ദ്ര സർക്കാരിന് കൂടിയാണ്. നിലവിലെ ആരാധനാലയങ്ങളുടെ മേൽ മറ്റു മതാചാരങ്ങളിൽപ്പെട്ടവർ അവകാശം ഉന്നയിച്ചുകൊണ്ട് നീതിന്യായ പീഠത്തിന് മുന്നിലേക്ക് എത്തുന്ന കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങൾക്കിടയിൽ ട്രെൻഡായി മാറിയ പ്രവണതയിൽ തന്റെ അതൃപ്തി തുറന്നുകാട്ടുക കൂടിയാണ് ചീഫ് ജസ്റ്റിസ് ചെയ്തത്. 1991 ആരാധനാലയ ആക്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോടതികളിൽ കുന്നുകൂട്ടുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ പരാതികളിലെ ആശങ്കയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കടുത്ത വാക്കുകളിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആരാധനാലയം തിരിച്ചു പിടിക്കുന്നതിനും അതിന്റെ സ്വഭാവം മാറ്റുന്നതിനും വേണ്ടിയുള്ള മത സാമുദായിക സംഘടനകളുടെ ഇടപെടൽ തടയാൻ വേണ്ടിയുള്ള 1991 ആരാധനാലയ നിയമത്തെ വെല്ലുവിളിക്കുന്ന പരാതികൾ വർത്തമാന ഇന്ത്യയിൽ പെരുകുകയാണ്. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഏത് ആരാധനാലയം ആരുടെ പക്കലായിരുന്നോ ആ തൽസ്ഥിതി തുടരണമെന്നാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം. പക്ഷെ ഇന്ന് പാരമ്പര്യത്തിന്റെയും ക്ഷേത്രം പൊളിച്ചു പണിത പള്ളികളെന്ന പേരിൽ തിരിച്ചു പിടിക്കാൻ മതസംഘടനകൾ ഇറങ്ങിയതോടെ രാജ്യത്ത് വലിയ അരക്ഷിതാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയ 1947 ഓഗസ്റ്റ് 15 നിലനിന്നിരുന്ന ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം മാറ്റാൻ അനുവദിക്കരുതെന്ന നിയമം 1991 പാസാക്കിയതാണ്. രാമജന്മഭൂമി തർക്കം ഇതിന്റെ പരിധിക്ക് പുറത്തായിരുന്നുവെന്ന് മാത്രമല്ല, ബാബരി മസ്ജിദ് തകർത്ത കർസേവകരും RSSും BJPക്ക് വേണ്ടി തേര് തെളിച്ചതിന്റെ ബാക്കി പത്രമാണ് 2014 മുതൽ രാജ്യം കാണുന്നത്. ഈ BJP ഭരണകാലത്താണ് പല ന്യൂനപക്ഷ ആരാധനാലയങ്ങളും വീണ്ടും തിരിച്ചു പിടിക്കലുകളുടെ ശ്രമഫലമായി കലാപാന്തരീക്ഷത്തിലേക്ക് വീണിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി വടിയെടുത്തിരിക്കുന്നത്. അയോധ്യ BJPയുടെ രാഷ്ട്രീയ അജണ്ടയായി 2024 പൂർത്തിയാക്കിയതോടെ മറ്റു ചിലയിടങ്ങളിലേക്കായി ഇവരുടെ ശ്രദ്ധ. ഇതോടെയാണ് കേസും കൂട്ടവുമായി സുപ്രീം കോടതിക്ക് നിന്ന് തിരിയാൻ ഇടമില്ലാതായത്. സത്യത്തിൽ 1947 പോലെ തന്നെ തൽസ്ഥിതി തുടരണമെന്ന 91 നിയമം കോടതികൾക്കുള്ളിൽ വെച്ച് തന്നെ ചോദ്യചിഹ്നമായി പലയിടങ്ങളിലും കീഴ്ക്കോടതികൾ സർവേക്ക് ഉത്തരവ് നൽകിയതോടെയാണ് സുപ്രീം കോടതിക്കും ഇരിക്കപ്പുറതി നഷ്ടമായത്. സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് ഭരിക്കുന്നവർക്ക് കിട്ടിയ ആയുധം രാജ്യത്തെ കാർന്നു തിന്നുമ്പോഴാണ് മതി, നിർത്തിക്കോ, ഇതിനൊരു അന്ത്യം വേണമെന്ന് ചീഫ് ജസ്റ്റിസ് കടുത്ത വാക്കുകൾ രാജ്യം ഇപ്പോൾ കേൾക്കുന്നത്.